ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ സേവ് ആപ്പിൻ്റെ പുതിയ ലോഞ്ചിങ് ആയിട്ടുള്ള സേവ് കാർട്ട് എന്ന ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം. അത് നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ പോലെ നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഈ ഒരു സേവ് കാർട്ടിലൂടെ എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ സേവ് കാർട്ട് എന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മൊബൈലിൽ നമ്മൾ ഓൾറെഡി പ്ലേ സ്റ്റോറിൽ കയറി നമ്മുടെ സേവ് ആപ്പ് എങ്ങനെയാണോ രജിസ്റ്റർ ചെയ്തത് അതേ മൊബൈൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് നമ്മൾ സേവ് കാർട്ട് എന്ന നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. അവിടെ നമ്മൾക്ക് കിട്ടിയ പർച്ചേസിങ് പോയിൻറ്റുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ നമ്മുടെ ഡൗൺലൈനിൽ ലഭിച്ചിരിക്കുന്ന അവർ ചെയ്ത കച്ചവടത്തിൻ്റെ ലാഭവും നമുക്ക് സേവ് കാർട്ട് വാലറ്റ് ബാലൻസിൽ കാണിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാം, നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നതിൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ ആണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഒരു പെർഫ്യൂംസിൻ്റെ ഒരു ലെവൻഡർ എന്ന ഒരു പ്രൊഡക്റ്റ് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ നമ്മുടെ ആഡ് ടു കാർട്ട് എന്ന ആ ഒരു ഫങ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമുക്ക് വേണ്ടുന്ന പ്രൊഡക്റ്റ് നമ്മളെ ആഡ് കാർട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ലഭിച്ച പർച്ചേസിങ് പോയിൻ്റ് നമ്മൾ റെഫറൽ ചെയ്യുമ്പോഴും അത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ പോയിൻ്റുകൾ ലഭിക്കുന്നുണ്ട്. അത് ക്യാഷാക്കി മാറ്റാനുള്ള ഓപ്ഷനാണ് ഇവിടെ ചോദിക്കുന്നത്. നിങ്ങളുടെ ക്യാഷ് എത്രയുണ്ട് പർച്ചേസിങ് പോയിൻ്റ്, അത് നമുക്കിപ്പോൾ ഇതിൻ്റെ കൂടെ റെഡീം ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നമ്മൾ എസ് എന്ന് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു സേവ് കാർട്ട് പ്രൈസ് PP റെഡി 350 രൂപ. അതായത് നമ്മുടെ സേവ് കാർട്ട് പ്രൈസ് 1999 ആണെങ്കിൽ നമുക്കതിൽ നിന്ന് 350 പോയിൻ്റ് ഇപ്പോൾ ക്യാഷ് നമുക്ക് മൈനസ് ഡിസ്കൗണ്ട് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ മേലെ കാണിക്കുന്ന ആ ഒരു ബക്കറ്റ്, ആ ബക്കറ്റിൻ്റെ ഒരു ഉന്തുവണ്ടി ചിത്രം കാണും. അവിടെ നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ആഡ് കാർട്ടിലേക്ക് വരും. ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ 350 രൂപ പർച്ചേസിങ് പോയിൻറ്റും കഴിച്ചുള്ള ക്യാഷ് ഇവിടെ കാണിക്കും. ഇവിടെ 1 മതിയോ 2 മതിയോ എന്നുള്ളത് പ്ലസും മൈനസും നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ആഡ് ചെയ്യുക. അതിനനുസരിച്ച് പൈസ ഇവിടെ കാണിക്കും. അത് മാറ്റണമെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, പിന്നെ മാറി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രൊസീഡ് ടു ചെക്കൗട്ട് എന്നുള്ള ഭാഗം ടച്ച് ചെയ്യുകയാണ്. പ്രൊസീഡ് ടു ചെക്കൗട്ട് എന്നുള്ള ഭാഗത്തിൽ നമ്മൾക്ക് നമ്മുടെ മുന്നേ കൊടുത്തിട്ടുള്ള അഡ്രസ്സ് ഉണ്ടാവും. അഡ്രസ്സിൻ്റെ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അഡ്രസ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഭാഗം നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ അഡ്രസ്സിൽ എന്തെങ്കിലും ചേഞ്ച് വേറെ ആർക്കെങ്കിലും ആണ് കൊടുക്കേണ്ടത്, ആ ചേഞ്ച് ഓപ്ഷനിലേക്ക് പോവുക. അവിടെ നമുക്ക് വേണ്ടുന്ന അഡ്രസ്സുകൾ ഡിലീറ്റ്, എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ എഡിറ്റ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ എൻ്റർ ദ അഡ്രസ്സ് എന്നുള്ള ഭാഗം കാണിക്കും. അവിടെ അഡ്രസ്സ് കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ്. ഇനി ആഡ് പുതിയ അഡ്രസ്സാണെങ്കിൽ അതും ചെയ്യാം. അതെല്ലാം വേണ്ടെങ്കിൽ നമുക്കത് ബാക്ക് പോയതിന് ശേഷം നമ്മുടെ കൺഫേം. അതിന് മുന്നേ ഒരു കാര്യം കൂടി, നമുക്ക് നമ്മുടെ ഡൗൺലൈനിൽ ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഇവിടെ, അതായത് നമുക്ക് 3% കമ്മീഷൻ കയറിയിട്ടുണ്ട്, 20% കമ്മീഷൻ കയറിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ നമ്മുടെ വാലറ്റിൽ കാണിക്കും. ആ വാലറ്റിലുള്ള എമൗണ്ട് ഈ പ്രൊഡക്റ്റിൽ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ വാലറ്റിൽ 23 രൂപയുണ്ട്, അത് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് കൊടുത്താൽ മതിയാവും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന്. അതും ഒരു പോലെ. ഈ ക്യാഷ് ഓൺ ഡെലിവറി ഇപ്പോൾ വന്നിട്ടില്ല, ഇനി ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ റീചാർജൊക്കെ ശീലമുള്ളവരായിരിക്കും. റീചാർജ് ചെയ്യുന്ന അതേ ഫംഗ്ഷൻ, നമ്മുടെ സേവ് ആപ്പിലൂടെ റീചാർജ് ചെയ്യുന്ന അതേ ഫംഗ്ഷനിലൂടെ നമ്മുടെ ഗേറ്റ് വേയിലേക്കാണ് പോകുന്നത്. നമ്മൾ UPI ഗേറ്റ് വേയിലേക്ക് ആദ്യം പോയി അവിടെ നിന്ന് നമ്മൾ പേ ബൈ എനി UPI എന്നുള്ള ഭാഗം ടച്ച് ചെയ്യുക. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ മൊബൈലിൽ നമ്മൾ ഏതൊക്കെ UPI ആണ് ഉപയോഗിക്കുന്നത് അത് വരും. അപ്പോൾ നമ്മൾ അതിലേതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിൾ പേ ആണോ ഫോൺ പേ ആണോ ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ആവും. നമ്മുടെ ഗൂഗിൾ പേയിൽ അവിടെ പ്രൈസ് വന്നിട്ടുണ്ടാവും. ഇത് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിൻ കോഡ് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിവിടെ
നമ്മുടെ പർച്ചേസിങ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ പർച്ചേസിങ് കംപ്ലീറ്റ് ആവും. അപ്പോൾ പർച്ചേസിങ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മുടെ പാസ്വേഡ് കൊടുക്കണം. അപ്പോൾ ഇതൊരു ഡെമോ ആയതുകൊണ്ട് ഞാൻ പാസ്വേഡ് കൊടുക്കുന്നില്ല, ക്യാഷ് അടക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ഡെലിവറിയും ഷിപ്പ്ഡ് എന്നുള്ളതും നമുക്ക് ഏത് ഡേറ്റിൽ ഷിപ്പ് ചെയ്യപ്പെടും, നമുക്ക് ഏകദേശം എത്ര ഡേറ്റിൽ സാധനം കിട്ടുമെന്നുള്ളതൊക്കെ ഇൻഫർമേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മെസ്സേജായിട്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. എല്ലാവരും ഇന്ന് തന്നെ നമുക്ക് വേണ്ടുന്ന പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരുക്കം. നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഇന്നും കുറേ പ്രൊഡക്റ്റുകൾ നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ വരും. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സേവ് കാർട്ട്.